Second one, commerce. Commerce is a part of business which deals with the trade and aids to trade or auxiliaries to trade. Trade means buying and selling of goods and services. Aids to trade or auxiliaries to trade means the services provided by some institutions that are required to facilitate trade. വാണിജ്യം അല്ലെങ്കിൽ കോമേഴ്സ് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അതിൽ വ്യാപാരവും വ്യാപാരത്തിനാവശ്യമായ സഹായങ്ങളും ഉൾപ്പെടുന്നു. വ്യാപാരം എന്നാൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയും എന്നാണ്. വ്യാപാരത്തിനാവശ്യമായ സഹായങ്ങൾ എയ്ഡ്സ് ടു ട്രേഡ് എന്നാൽ വ്യാപാരം സുഗമമാക്കുന്നതിനാവശ്യമായ ചില സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്നാണ്. Commerce takes necessary activities for the free flow of goods and services from the producer to the consumers by providing a link between them. All these activities helps to carry out the trading activities smoothly by removing all hindrances in front of exchange process. സാധനങ്ങളും സേവനങ്ങളും നിർമ്മാതാവിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് സുഗമമായി എത്തിക്കുന്നതിന് വാണിജ്യം കോമേഴ്സ് അവർക്കിടയിൽ ഒരു കണികയായി നിന്ന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം കൈമാറ്റ പ്രക്രിയയ്ക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി വ്യാപാര പ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്നു. Thus, commerce can be defined as those activities involving the removal of hindrances in the process of exchange of goods and services. In short, we can say commerce is equal to trade plus aids to trade. അതിനാൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് വാണിജ്യമെന്ന് നിർവചിക്കാം. ചുരുക്കത്തിൽ വാണിജ്യത്തെ ഇങ്ങനെ പറയാം: വാണിജ്യം ഈസ് ഈക്വൽ ടു വ്യാപാരം പ്ലസ് വ്യാപാരത്തിനാവശ്യമായ സഹായങ്ങൾ. Trade. Trade is a part of commerce which involves sales or transfer or exchange of goods and services. It removes the hindrances of persons and make available the goods from the producer to the ultimate consumers. Trade can be broadly classified into two. 1. Internal trade. 2. എക്സ്റ്റേണൽ ട്രേഡ്. വ്യാപാരം വാണിജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പന അല്ലെങ്കിൽ കൈമാറ്റം ഉൾപ്പെടുന്നു. ഇത് വ്യക്തികളുടെ തടസ്സങ്ങൾ നീക്കി നിർമ്മാതാവിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കളിലേക്ക് ലഭ്യമാക്കുന്നു. വ്യാപാരത്തെ വിശാലമായി രണ്ടായി തരംതിരിക്കാം. 1. ആഭ്യന്തര വ്യാപാരം. 2. ബാഹ്യ വ്യാപാരം. One, internal trade. It is also known as domestic trade or home trade. The trade which takes place within a country is known as internal trade. In this trade, payments are made or received
in the currency of that country where trade is made. It can again subdivided into two groups: A. Wholesale trade, B. Retail trade. ആഭ്യന്തര വ്യാപാരം, ഇതിനെ ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെങ്കിൽ ആന്തരിക വ്യാപാരം എന്നും വിളിക്കാറുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യാപാരത്തെയാണ് ആഭ്യന്തര വ്യാപാരം എന്ന് പറയുന്നത്. ഈ വ്യാപാരത്തിൽ പേയ്മെൻറ്റുകൾ നടക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് വ്യാപാരം നടക്കുന്ന രാജ്യത്തെ കറൻസിയിലായിരിക്കും. ഇതിനെ വീണ്ടും രണ്ട് ഗ്രൂപ്പുകളായി തരംതിരിക്കാം. ഒന്ന് മൊത്ത വ്യാപാരം, രണ്ട് ചില്ലറ വ്യാപാരം. എ. Wholesale trade. Wholesale trade is a type of trade in which goods are purchased in bulk from manufacturers and sold in small quantities to the retailers. A. മൊത്ത വ്യാപാരം. മൊത്ത വ്യാപാരം അല്ലെങ്കിൽ മൊത്ത കച്ചവടം എന്നാൽ ഒരുതരം വ്യാപാരമാണ്. അതിൽ സാധനങ്ങൾ നിർമ്മാതാക്കളിൽ നിന്ന് വൻതോതിൽ വാങ്ങുകയും ചെറിയ അളവിൽ ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. ബി. റീറ്റെയിൽ ട്രേഡ്. റീറ്റെയിൽ ട്രേഡ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡ് ഇൻ വിച്ച് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദി ഹോൾസെയിലേഴ്സ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റി ആൻഡ് സെൽ ദം ഇൻ വെരി സ്മാൾ ക്വാണ്ടിറ്റീസ് to a number of customers according to their demand. ചില്ലറ വ്യാപാരം എന്നാൽ ഒരു തരം വ്യാപാരമാണ്. അതിൽ മൊത്ത വ്യാപാരികളിൽ നിന്ന് ചെറിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും നിരവധി ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യമനുസരിച്ച് വളരെ ചെറിയ അളവിൽ വിൽക്കുകയും ചെയ്യുന്നു. 2. External trade. It is also known as foreign trade or international trade. It is a trade take place between two countries. It can be conducted in the form of exchange of one commodity for another or for money. It may be in three types: A. Export trade, B. Import trade, C. Entry port trade. 2. ബാഹ്യ വ്യാപാരം. ഇതിനെ വിദേശ വ്യാപാരം അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരം എന്നും അറിയപ്പെടുന്നു. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ്. ഇതിൽ സാധനത്തിന് പകരം സാധനം അല്ലെങ്കിൽ സാധനത്തിന് പകരം പണം എന്ന രൂപത്തിൽ കൈമാറ്റം നടത്താം. ഇതിനെ മൂന്നായി തരംതിരിക്കാം: എ. കയറ്റുമതി വ്യാപാരം, ബി. ഇറക്കുമതി വ്യാപാരം, സി. എൻട്രി പോർട്ട് വ്യാപാരം. എ. Export trade. When a trader of a country sell goods to the trader of another country, it is an export trade for the selling country. For example, selling cloth items to Australia by an Indian trader is an export trade for India. A. കയറ്റുമതി വ്യാപാരം. ഒരു രാജ്യത്തിലെ ഒരു വ്യാപാരി മറ്റൊരു രാജ്യത്തിലെ വ്യാപാരിക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിൽപ്പന നടത്തിയ രാജ്യം ഈ വ്യാപാരത്തെ കയറ്റുമതി വ്യാപാരം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ വ്യാപാരി ഓസ്ട്രേലിയയിലേക്ക് തുണിത്തരങ്ങൾ വിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി വ്യാപാരമാണ്. ബി. ഇമ്പോർട്ട് ട്രേഡ്. When a trader of a country buys goods from another country, it is called import trade as concerned to the buying country. For example, purchasing of sugar from South Korea by an Indian trader is an import trade for India. B. ഇറക്കുമതി വ്യാപാരം.
ഒരു രാജ്യത്തിലെ ഒരു വ്യാപാരി മറ്റൊരു രാജ്യത്തിലെ ഒരു വ്യാപാരിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന രാജ്യം ഈ വ്യാപാരത്തെ ഇറക്കുമതി വ്യാപാരം എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ വ്യാപാരി ദക്ഷിണ കൊറിയയിൽ നിന്ന് പഞ്ചസാര വാങ്ങുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി വ്യാപാരമാണ്. C. Entry port trade. When goods are imported for the purpose of export to another country is called entry port trade. മറ്റൊരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഇതിനെ എൻട്രി പോർട്ട് വ്യാപാരം എന്ന് വിളിക്കുന്നു. aids to trade. It is also called as auxiliaries to trade. The services rendered by certain institutions which helps to carry out the trading activities smoothly are termed as aids to trade or auxiliaries to trade. Transportation, banking, insurance, warehousing, and advertising are regarded as auxiliaries to trade. They play a supportive role not only to trade but also to industries and their entire business activities. ഇതിനെ ഓക്സിലറീസ് ടു ട്രേഡ് എന്നും വിളിക്കുന്നു. വ്യാപാര പ്രവർത്തനങ്ങൾ നടത്താൻ സഹായകരമാകുന്ന സേവനങ്ങൾ ചില സ്ഥാപനങ്ങൾ നൽകുന്നു. അത്തരം സേവനങ്ങളെയാണ് വ്യാപാര പ്രവർത്തനത്തിനാവശ്യമായ സേവനങ്ങൾ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഗതാഗതം, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, പരസ്യം ചെയ്യൽ എന്നിവയാണ് വ്യാപാരത്തിനാവശ്യമായ സേവനങ്ങളായി കണക്കാക്കുന്നത്. വ്യാപാരത്തിനും വ്യവസായത്തിനും മാത്രമല്ല, മുഴുവൻ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും ഇത് പിന്തുണ നൽകുന്നു. In connection with the production and distribution of goods, business faces a lot of hindrances. They are 1. Hindrance of place, 2. Hindrance of finance, 3. Hindrance of risk, 4. Hindrance of time, 5. Hindrance of knowledge. സാധനങ്ങളുടെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിന് വളരെയധികം തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു. അവ ഇവയാണ്: 1. സ്ഥലവുമായി ബന്ധപ്പെട്ട തടസ്സം, 2. പണവുമായി ബന്ധപ്പെട്ട തടസ്സം, 3. റിസ്ക്കുമായി ബന്ധപ്പെട്ട തടസ്സം, 4. സമയവുമായി ബന്ധപ്പെട്ട തടസ്സം, 5. അറിവുമായി ബന്ധപ്പെട്ട തടസ്സം. These hindrances act as barriers between producer and consumers, which can be removed through auxiliaries to trade. That is, 1. Hindrance of place can be removed through transportation. 2. Hindrance of finance can be removed through banking. 3. Hindrance of risk can be removed through insurance. 4. Hindrance of time can be removed through warehousing. And 5. Hindrance of knowledge can be removed through advertising. Let us discuss in detail. ഇത് നിർമ്മാതാവും ഉപഭോക്താക്കൾക്കുമിടയിലുള്ള തടസ്സമായി നിലകൊള്ളുന്നു. ഈ തടസ്സങ്ങൾ ഓക്സിലറീസ് ടു ട്രേഡിലൂടെ നീക്കം ചെയ്യാനാവും. അതായത്
ഒന്ന്, സ്ഥലവുമായി ബന്ധപ്പെട്ട തടസ്സം ഗതാഗതത്തിലൂടെ നീക്കം ചെയ്യാം. 2, പണവുമായി ബന്ധപ്പെട്ട തടസ്സം ബാങ്കിങ്ങിലൂടെ നീക്കം ചെയ്യാം. 3, റിസ്കുമായി ബന്ധപ്പെട്ട തടസ്സം ഇൻഷുറൻസിലൂടെ നീക്കം ചെയ്യാം. 4, സമയവുമായി ബന്ധപ്പെട്ട തടസ്സം വെയർഹൗസിങ്ങിലൂടെ നീക്കം ചെയ്യാം. 5, അറിവുമായി ബന്ധപ്പെട്ട തടസ്സം പരസ്യത്തിലൂടെ നീക്കം ചെയ്യാം. ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായി താഴെ ചർച്ച ചെയ്യാം. One, transportation and communication. There is a big gap between place of production and place of consumers. For example, tea is mainly produced in Assam. It is not only consumed by the people in Assam, but also consumed by the people in Kerala, Tamil Nadu, Karnataka, and so on. Here we can see a big distance between Assam and rest of the state. This gap of place can be removed by transportation through road, rail, air, etc. ഉൽപാദന സ്ഥലവും ഉപഭോക്താക്കളുടെ സ്ഥലവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഉദാഹരണത്തിന്, ചായ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് ആസാമിലാണ്. ഇത് ആസാമിലെ ജനങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്, കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും ഉപയോഗിക്കുന്നു. ആസാമും മറ്റു സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ അകലമുണ്ട്. ഈ അകലം റോഡ്, റെയിൽ, വായു തുടങ്ങിയവയിലൂടെയുള്ള ഗതാഗതം ഉപയോഗിച്ച് ഒഴിവാക്കാനാകും. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ and the finished good from the place of production to the place of consumption. It widens market and facilitates large-scale production. അസംസ്കൃത വസ്തുക്കൾ ഉൽപാദന സ്ഥലത്തേക്കും ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഉൽപാദന സ്ഥലത്ത് നിന്ന് ഉപഭോഗ സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ ഗതാഗതം സഹായിക്കുന്നു. കൂടാതെ വിപണി വിശാലമാക്കാനും വലിയ തോതിൽ ഉൽപാദനം നടത്തുവാനും സൗകര്യമൊരുക്കുന്നു. Besides transportation, communication facilities also helps to exchange information between producer, trader and consumers. Thus, postal and telephone facilities may also be considered as auxiliaries to business activities. ഗതാഗതത്തിന് പുറമെ ആശയവിനിമയ സംവിധാനം നിർമ്മാതാക്കളും വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നു. അതിനാൽ തപാൽ, ടെലിഫോൺ സംവിധാനങ്ങൾ ഓക്സിലറീസ് ടു ബിസിനസ് ആയി കണക്കാക്കുന്നു. Two, banking and finance. Business needs funds for acquiring assets, purchasing of raw materials, and meeting day-to-day expenses. Businessmen obtain necessary funds from bank. Thus, banking helps business activities to overcome the problem of finance. ആസ്തിയും അസംസ്കൃത വസ്തുക്കളും വാങ്ങുന്നതിനും ദൈനംദിന ചെലവുകൾ നിറവേറ്റുന്നതിനും ബിസിനസ്സിന് ഫണ്ട് ആവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ആവശ്യമായ ഫണ്ട് ബാങ്കിൽ നിന്ന് ലഭിക്കുന്നു. അതിനാൽ നമുക്ക് പറയാൻ കഴിയും, ബാങ്കിംഗ് ധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ബിസിനസ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. Third one, insurance. Business involves various types of risk. Insurance is another auxiliary to business which reduces to some extent the risk when goods are transported,
stored and kept in the shop for sales. On payment of a normal amount as premium, the amount of loss and compensation for injury can be recovered from the insurance company. ബിസിനസ്സിൽ നിരവധി നഷ്ടസാധ്യതകൾ അല്ലെങ്കിൽ അപകട സാധ്യതകളുണ്ട്. സാധനങ്ങൾ ഗതാഗതത്തിലൂടെ കൊണ്ടുവരികയും സംഭരിക്കുകയും വിൽപ്പനയ്ക്കായി കടയിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ ഇൻഷുറൻസിൻ്റെ സഹായത്തിലൂടെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ഒരു നിശ്ചിത തുക പ്രീമിയമായി അടച്ചാൽ നഷ്ടത്തിനും പരിക്കിനുമുള്ള പരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഈടാക്കാനാകും. Fourth one, warehousing. Generally, all goods cannot be sold immediately after the production. There is a time gap between production and sales. Therefore, it is necessary to store the products from the time of production until they are demanded by the customers. It is also necessary to store goods in the region where there is no production but have more demand. Moreover, it is required to take steps for preventing the loss or damages of goods. പൊതുവെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാം വിൽക്കാൻ കഴിയില്ല. ഉൽപ്പാദനത്തിനും വിൽപ്പനയ്ക്കും ഇടയിൽ സമയത്തിൻ്റെ അന്തരമുണ്ട്. അതിനാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച സമയം മുതൽ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്ന സമയം വരെ അവ സംഭരിക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത എന്നാൽ കൂടുതൽ ആവശ്യക്കാർ ഉള്ളതുമായ പ്രദേശങ്ങളിൽ സാധനങ്ങൾ സംഭരിക്കേണ്ടതുമുണ്ട്. മാത്രമല്ല, സാധനങ്ങളുടെ നഷ്ടം അല്ലെങ്കിൽ കേടുപാടുകൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും വേണം. Here, warehousing facilities trade by overcoming the problem of storage and make available of goods when needed. Moreover, it also helps to maintain price stability through continuous supply. ഇവിടെ സംഭരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയും ആവശ്യമുള്ളപ്പോൾ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെയും വെയർഹൗസിംഗ് വ്യാപാരത്തെ സുഗമമാക്കുന്നു. മാത്രമല്ല, നിരന്തര വിതരണത്തിലൂടെ വിലസ്ഥിരത പ്രൈസ് സ്റ്റെബിലിറ്റി നിലനിർത്താനും ഇത് സഹായിക്കുന്നു. Five, advertising. Another barrier in front of trade is lacking of knowledge by the customers. What is the use of product? How should be used? Etc. are unknown to people. Here, advertising and important auxiliaries to trade provide necessary information to customers about the use and benefit of goods and services. It also helps in providing information about available goods and induce customers to buy. ഉപഭോക്താവിന് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് വ്യാപാരത്തിന് മുന്നിലുള്ള മറ്റൊരു തടസ്സം. ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയവ മിക്ക വ്യക്തികൾക്കും അറിയില്ല. വ്യാപാരത്തിൻ്റെ പ്രധാന സഹായിയായ പരസ്യം ചെയ്യൽ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗം, ഗുണമേന്മ തുടങ്ങിയവയെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. കൂടാതെ ലഭ്യമായ സാധനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും ഉപഭോക്താക്കളെ വാങ്ങാൻ പ്രേരിപ്പിക്കാനും ഇത് സഹായിക്കുന്നു.